അവിടെ അങ്ങനെ കാണും മോളെ? ഇല്ല, എല്ലായിടത്തും നോക്കി. അപ്പൂപ്പന്റെ ബാഗും പടവും കാണാനില്ല. ഇങ്ങേര് പിന്നെ എവിടെ പോയി? ദേവയാനിയുടെ അങ്ങ് അന്വേഷിച്ചു. അവിടെയും ചെന്നിട്ടില്ലെന്നാ പറഞ്ഞേ. എന്നാൽ ഇനി എങ്ങും നോക്കിയിട്ട് കാര്യമില്ല. കാശൊക്കെ വെച്ച് പിടിച്ചു കാണും. കാശിക്കും രാമേശ്വരത്തും ഒന്നും പോയിട്ടില്ല. അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക ആ പ്രഭാകരൻ. പണം തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ അപ്പൂപ്പൻ കയറി ഏറ്റെന്തിനാ? ചിറ്റപ്പൻ സമ്മതിച്ച് കാണില്ല. അപ്പൂപ്പൻ എന്ത് ചെയ്യണമെങ്കിലും ചിറ്റപ്പന്റെ അനുവാദം വേണമല്ലോ. നേരെ ഒന്ന് വെളുത്തോട്ടെ, എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്തിനാടാ ഞങ്ങളോട് ഈ ചതി ചെയ്തത്? ഒരു പെണ്ണ് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നതിന്റെ വിഷമം നിനക്കറിയില്ല. നിനക്കൊരു മോള് വളർന്നു വരുന്നുണ്ടല്ലോ, അപ്പൊ നീ അനുഭവിക്കും. ഒടുവിൽ കളിയിൽ ചിറ്റപ്പൻ തന്നെ ജയിച്ചു. പക്ഷേ അതിന് തിരഞ്ഞെടുത്ത വഴി കുറെ കടന്നുപോയി. അപ്പൂപ്പന്റെ ഇല്ലാത്ത സ്വത്തിന്റെ പിറകെ ഞങ്ങൾ കുറെ പേര് ഓടുന്നത് കണ്ട് ചിറ്റപ്പൻ ശരിക്കും രസിച്ചു. ജലജയെ പറഞ്ഞയക്കാൻ വേറെ ഒരു വഴിയും കാണാത്തതുകൊണ്ടാ ഞാൻ ഈ കച്ചിത്തുരുമ്പ് കയറി പിടിച്ചത്. സഹദേവ, ഞാൻ പറഞ്ഞ നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്കൊരു കൈപ്പഴ പറ്റിപ്പോയി, അത് നേരാ. പക്ഷെ ഇങ്ങനൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചേർത്ത് വിചാരിച്ചിട്ടില്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചിറ്റപ്പന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജലജയോട് ഞാൻ എന്ത് സമാധാനമാണ് പറയേണ്ടത്? ജലജയുടെ കല്യാണം നമ്മൾ നടത്തുന്നു. ജലജ മാങ്കോയ്ക്ക് എത്ര പാട്ടിലെ പെണ്ണ. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അവളെ കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ആണുങ്ങൾ പറഞ്ഞ് നടക്കുന്നേ? ചേട്ടത്തി ധൈര്യമായിട്ടിരിക്കേ. എന്നാ കഴിയുന്ന ഞാനും നിന്നാ കഴിയുന്ന നീ ഒന്ന് സംഘടിപ്പിക്കേ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം സഹദേവ. മീശ പിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ആലോചന ഒരു കടവിലെത്തിയോ? കത്തെഴുതിയതുപോലെ അത്ര എളുപ്പമല്ല കല്യാണം നടത്താനല്ലേ? ആ, എന്തോന്നും പറയാത്തത്? എന്തോ പറയാനാ? നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ കല്യാണം ഞങ്ങൾ നടത്തും. കോൺഫിഡൻസ് കൊള്ളാം. പക്ഷെ എങ്ങനാ? അതെങ്ങനാന്ന് ചോദിച്ചാല് അമ്മക്കുട്ടിയുടെ കല്യാണമാണ് നമ്മൾ നടത്തുകയല്ലേ, അതുപോലെ ഇതും അങ്ങ് നടത്തും. എങ്ങനെ നടത്തുന്നാ? പണം വേണ്ടേ? അത് 1-2 രൂപയുടെ കാര്യമാണോ? ഇപ്പൊ തന്നെ ഉള്ള കടം വീട്ടാൻ നമ്മളെ കൊണ്ട് നിവർത്തിയില്ല. അതൊന്നും പറയണ്ട, നീ വിചാരിച്ചാ നടക്കും. ഈ വീട് അച്ഛന്റെ പേരിലാണ്. അതിന്റെ ആധാരം അച്ഛനോടൊന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ. ഞാനും അച്ഛനായിട്ട് ശരിയാകത്തില്ല, അതുകൊണ്ട് 2 മാസത്തിനകം തിരിച്ചെടുത്ത് കൊടുക്കാം. അതിന് അച്ഛൻ തരുമോ? നീ ചോദിച്ചാ തരും. എന്തോന്ന് വീട് പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് കാശെടുക്കാവുന്നു? അയ്യടി. അല്ല, ഈ അവസരത്തിൽ പ്രഭയൊന്ന് സഹായിക്കാൻ. എന്തിന്? യവനോട് ആര് പറഞ്ഞ് എഴുത്തയക്കാൻ? യവനാര് എഴുത്തച്ഛനോ? ആ ഒരു ഒറ്റ എഴുത്തുകാരനം ഓടി നടക്കേണ്ട ഈ പ്രായത്തിൽ എത്ര ദിവസമായി ഞാൻ കിടക്കേണ്ടി വന്നത്? ഇനിയിപ്പോ വീട് കൂടെ തുറച്ചേച്ച് വെല്ലെണ്ണനെ എല്ലാരും ഇട്ട് വട്ടലിട്ട പോലെ എന്നെ ഇട്ട് തട്ടാലാ? അതിന് വേറെ ആളെ നോക്കണം. അവനിട്ട് കുറെ കളിപ്പിക്കാൻ എന്നെ കിട്ടിയില്ല. അപ്പോ അച്ഛൻ കുറെ കാലം പ്രഭയുടെ മുമ്പിൽ എന്നെ കുരം കളിപ്പിച്ചതോ? അതെ, അവനോട് ചോദിക്ക്. അവനാണല്ലോ എല്ലാത്തിനും കാരണം. എനിക്കിപ്പോ എല്ലാം മനസ്സിലായച്ച. എന്തെല്ലാം കുറ്റവും കുറവുണ്ടെങ്കിലും എനിക്ക് പ്രഭയും പ്രഭയ്ക്ക് ഞാനേ കാണുള്ളൂ. ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീയല്ലേ പറഞ്ഞത് അണ്ടൂരാൻ വിചാരിച്ചാൽ കുറച്ച് കാശ് മറിക്കാൻ പറ്റുമെന്ന്? അത് ചേട്ടാ, എന്റെ ഐഡിയ എന്തായിരുന്നു? പോരുത് നീയും നിന്റെ ഒരു ഐഡിയയും. എടാ, അത്യാവശ്യം വരുമ്പോ സഹായിക്കാനാ സുഹൃത്തുക്കള്. നീ കുറെ നാൾ അയാളുടെ വാലി തൂങ്ങി നടന്നല്ലേ? ഇനി എന്ത് ചെയ്യും? പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ഒക്കെ ലോൺ എടുത്താലും കല്യാണ ചെലവിനുള്ളത് പോലും ആവില്ല. പിന്നെ സ്ത്രീധനത്തുക, ആഭരണങ്ങൾക്കുള്ളത്. ലോക്കറിലിരുന്ന ആഭരണങ്ങളൊക്കെ ഞാനിങ്ങെടുത്തു. നമ്മളായിട്ട് ജലജയുടെ വിവാഹം മുടങ്ങാൻ പാടില്ലല്ലോ. കാറും വിൽക്കാമായിരുന്നോ? പക്ഷെ ലോൺ ഉള്ളതുകൊണ്ട്. ഞാൻ കാരണം നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ?
ഞാനാണല്ലോ ബുദ്ധിമുട്ടേണ്ടത്. അതുകൊണ്ടല്ല, നീ കരുതി വെച്ചിരുന്ന ആഭരണങ്ങൾ. അതെ, ഞാൻ അലോപ്പതി ഡോക്ടർ ആയതുകൊണ്ടാ. ആയുർവേദം ആണെങ്കിൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ. ബാക്കി കാര്യങ്ങൾ എങ്ങനെ ശരിയാക്കാമെന്ന് പ്രഭ ഒന്ന് ആലോചിക്കേ. എന്നാലും രൂപയ്ക്ക് രൂപ തന്നെ വേണ്ടേ? ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും കാണുന്നില്ല. ആത്മവിശ്വാസം കളയാറ സഹദേവ. കല്യാണം നടക്കുമെന്ന്. നടക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാ? നമ്മൾ അവരെ നേരിൽ പോയി കണ്ട് സംസാരിച്ച് സ്വല്പം സാവകാശം ചോദിക്കാം. അതൊക്കെ മോശമല്ലേ ചിറ്റപ്പ? അല്ലെങ്കിൽ തന്നെ ഈ 11 മണിക്കൂറിൽ അവര് സമ്മതിക്കുമെന്ന് എന്താ ഉറപ്പ്? നമ്മൾ സമ്മതിപ്പിക്കുമെന്ന്. കാര്യം പറഞ്ഞ അവർക്ക് മനസ്സിലാവത്തില്ല ചേട്ടത്തി. നീ ഒന്ന് എന്റെ കൂടെ നിന്ന് തന്നാ മതി, ബാക്കിയൊക്കെ ഞാനങ്ങ് പറഞ്ഞോളാം. എന്തോ എനിക്ക് പ്രതീക്ഷയില്ല. ആഹാ, വരൂ ഇരുന്നാട്ടെ, ഞാൻ അച്ഛനെ വിളിക്കാം. നമസ്കാരം. ഇരുന്നാട്ടെ. ഇദ്ദേഹത്തെ മനസ്സിലായില്ല? എന്റെ ചിറ്റപ്പനാ. ഓ, അന്ന് വന്നപ്പോ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഓഹോ. കല്യാണം വിളിയൊക്കെ എതിരായി. ഞങ്ങളുടെ വിളിയൊക്കെ കഴിഞ്ഞു. ഇനി ആ മുഹൂർത്തം വേണം, ചടങ്ങ് നടത്തണം. പിന്നെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് വന്നത്. ചിറ്റപ്പൻ പറ. നീ പറ. നമ്മുടെ ആൾക്കാരല്ലേ, എന്തിനാ വിഷമിക്കുന്നത്? അന്യന്മാരല്ലോ ആണോ? അല്ലെങ്കിൽ തന്നെ നാളെ നമ്മുടെ ബന്ധുക്കളാകാൻ പോകുന്നവരല്ലേ? നീ ധൈര്യമായിട്ട് പറഞ്ഞു. എന്താ പ്രശ്നം? കല്യാണത്തിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോ ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് തെറ്റാണെന്നറിയാം. എന്നാലും വിചാരിച്ച പണം ഞങ്ങൾക്ക് മറിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അല്പക്കൂടി സാവകാശം കിട്ടിയിരുന്നെങ്കിൽ തരാമെന്നേറ്റ ആ പണം. നിങ്ങളെന്താ കളിയാക്കുകയാണോ? അല്ല, സകലം ഉദ്ദേശിക്കുന്നത് തരാമെന്ന് പറഞ്ഞിരുന്ന പണമൊക്കെ എപ്പോഴേ കിട്ടി? കിട്ടിയെന്നോ? എവിടുന്ന്? അച്യുതക്കുറിപ്പ് എത്തിച്ചു. ഇന്നലെ അറുമുഖൻ തമ്പി എന്നൊരാൾ കൊണ്ട് തന്നു. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല. ഞാൻ അപ്പോഴേ ഇവനടുത്ത് പറഞ്ഞതാ വല്യച്ഛൻ പണം ഇവിടെ എത്തിച്ച് കാണുമെന്ന്. ഇവനെ കൊണ്ട് വിശ്വാസം വരുന്നില്ല. ഈ പെണ്ണിന്റെ ആങ്ങളായതുകൊണ്ടുള്ള ടെൻഷനാ. എന്നിട്ട് അറുമുഖൻ തമ്പി കുറുപ്പും അദ്ദേഹവും കൂടി ഒരു യാത്ര പോണെന്നും കല്യാണത്തിന്റെ അന്നേ എത്തുള്ളൂ എന്നും പ്രത്യേകം പറഞ്ഞു. മുഹൂർത്തത്തിനുള്ള സമയമായല്ലോ. ഞാനും അത് തന്നെ പറഞ്ഞോണ്ടിരുന്നു. എന്നാലും അപ്പൂപ്പൻ വരാതെ. ഏതായാലും ചടങ്ങ് നടന്നോട്ടെ, വല്യച്ഛൻ വന്നോളൂ. അപ്പൂപ്പൻ പറയാം. അപ്പൂപ്പ, എല്ലാവരും ഉണ്ടല്ലോ. ശ്രീപത്മനാഭന്റെ അനുഗ്രഹം കൊണ്ട് കല്യാണമൊക്കെ മംഗളമായിട്ട് നടന്നില്ലേ? എനിക്ക് സന്തോഷമായി.
പെണ്ണും ചെറുക്കനും ഇറങ്ങുന്നതിന് മുമ്പേ അങ്ങ് എത്തണമെന്ന് വിചാരിച്ചതാ. ഡാക്ടർ വിടണ്ടേ? കല്യാണ ഇതേതായാലും കുറെ കൂടിപ്പോയി. അപ്പൂപ്പൻ ഞങ്ങൾ എങ്ങനെ തോൽപ്പിക്കണ്ടായിരുന്നു? ആരെയും തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ജലജമോടെ കല്യാണം നടക്കണ്ടേ? അതിന് ഞാൻ ഈ ഒരു വഴിയേ കണ്ടുള്ളൂ. വൃക്ക കൊടുത്താലും കാശ് കിട്ടുമെന്ന് ഞാൻ ഈ അടുത്ത കാലത്താടാ മനസ്സിലാക്കിയത്. എടാ, മനുഷ്യ ശരീരത്തെ കുറിച്ച് നിങ്ങളെത്ര അറിവില്ലെങ്കിലും എനിക്കും ചിലതൊക്കെ അറിയാം. ഒരു വൃക്ക പോയെന്ന് കരുതി ഒന്നും സംഭവിക്കൂല. ഏതായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. ഡിസ്ചാർജ് ചെയ്താലുടൻ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൂപ്പ. ആ അതെ അത് വേണ്ട, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഈ ഏജിൽ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് വളരെ കെയർ ആവശ്യം. അതുള്ളതാ, നല്ല ശുദ്ധ പശുവും പാലേ കുടിക്കാവൂ. അതിന് ഞങ്ങളുടെ വീട്ടിലാ സൗകര്യം. ആ പാല് ഞങ്ങളുടെ അവിടെയും കിട്ടും. അച്ഛൻ ഞങ്ങളുടെ അങ്ങ് നിന്നാ മതി. ഏതായാലും വെല്ലേണ്ണനെ ഞാൻ തർക്കം വേണ്ട, ഇവിടുന്ന് വിട്ടാ ഞാൻ എല്ലാവരുടെ അടുത്തേക്കും വരും. പഴയ ഇതിൽ ഊർജ്ജസ്വലനായിട്ട് ഈ പടത്തലവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മരിക്കുന്നവരെ എനിക്കതാണ് മക്കളെ ഇഷ്ടം. പ്രഭാര, നീ എന്താടാ ഒന്നും മിണ്ടാത്ത? വലിച്ച എനിക്ക് മാപ്പ് തരും. എന്താടാ ഇത് മക്കളെ?